Hi everyone. 24th January shift to question number 10 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ആർ നോട്ട് ട്രൂ എന്നാണ്. അപ്പം നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റും വായിക്കുകയാണ്. നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോകാം. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ റെസനേറ്റിംഗ് സ്ട്രക്ചർ വിത്ത് മോർ നമ്പർ ഓഫ് കോവലന്റ് ബോൺസ് ആർ ആൻഡ് ലെസ് ചാർജ് സെപ്പറേഷൻ ആർ മോർ സ്റ്റേബിൾ. തീർച്ചയായിട്ടും അത് എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. കാരണം റെസനേറ്റിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ കൂട്ടത്തിൽ ചാർജ് ഉള്ള സ്ട്രക്ചറിനേക്കാളും ചാർജ് ഇല്ലാത്ത സ്ട്രക്ചറാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ളത്, അല്ലേ? അത് ശരിയാണ്. അതുപോലെ കോമ്പൗണ്ട്സ് വിത്ത് മോർ നമ്പർ ഓഫ് കോവലന്റ് ബോണ്ട് ഈസ് കൺസിഡർഡ് ആസ് മോർ സ്റ്റേബിൾ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത്, in electromeric effect, an unsaturated system shows plus E effect with a nucleophile and E effect with electrophile. തെറ്റാണ്. ലെറ്റ് us കൺസിഡർ. നോക്കൂ, നമ്മൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഒരു CH2 ഡബിൾ ബോണ്ട് CH2നെ എടുക്കുകയാണ്, അല്ലേ? അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2ലേക്ക് H+ വരികയാണ്. ഈ H+ എന്ന് പറയുന്ന ആരാണ്? ഇലക്ട്രോഫൈലാണ്. അപ്പോൾ ഈ ബോണ്ട് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവുന്നു. ഇതിന് നമ്മൾ വിളിച്ചത് -E എന്നല്ല, ഇതിന് നമ്മൾ വിളിച്ചത് +E എന്നാണ്. അപ്പോൾ ഇലക്ട്രോഫൈൽ വരുമ്പോൾ +E ഇഫക്റ്റ് എന്നാണ്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ -E ഇഫക്റ്റ് എന്നാണ്. അപ്പോൾ തിരിച്ചാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നെക്സ്റ്റ്, അടുത്തത്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ high melting point, boiling point and dipole moment of polar compound. നമുക്ക് ഒരിക്കലും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മാത്രമാണ് അതിന് കാരണം എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഈസ് ഓൾസോ വൺ ഓഫ് ദ റീസൺ. അപ്പം അതുകൊണ്ട് തെറ്റാണെന്ന് പറയാൻ നമുക്കൊരിക്കലും പറ്റില്ല. അപ്പം അത് ശരിയാണ്, നമുക്ക് വിശ്വസിക്കാം. അടുത്തലേക്ക് പോകാം. ദ ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച്ഡ് ടു ഡബിളി ബോണ്ടഡ് കാർബൺ ആറ്റം ഹയർ ഈസ് ദി ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ. മക്കളെ, നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് എഴുതാം. നോക്കൂ, ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഞാൻ ഇങ്ങനെയാണ് എഴുതുന്നത്. ആദ്യത്തെ ആള് വി ഹാവ് C ഡബിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് H. ഇവിടെ ഒക്കെ H ആണ്, അല്ലേ? ഇവിടെ ഒക്കെ H ആണ്. ആൻഡ് നെക്സ്റ്റ് കോമ്പൗണ്ട് C ഡബിൾ ബോണ്ട് C ആൻഡ് ഹിയർ യു ഹാവ് CH3 ആൻഡ് ഇതിൽ H, ഇവിടെ H, ഇവിടെ H. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ നോക്കൂ, ഗ്രേറ്റർ ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും ഡബിൾ ബോണ്ടിനോട് കണക്ട് ചെയ്തിട്ടില്ല. ഇതിൽ നമുക്കറിയാം ഡബിൾ ബോണ്ടിനോട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, അല്ലേ? ആൽക്കൈൽ ഗ്രൂപ്പ് കൂടിയാൽ ഹൈപ്പർ കോൺജുഗേഷൻ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് എഴുതാം മോർ ഹൈപ്പർ കോൺജുഗേഷൻ. അപ്പം മോർ ഹൈപ്പർ കോൺജുഗേഷൻ മീൻസ് മോർ സ്റ്റേബിൾ ആണെങ്കിൽ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ ലോവർ ആയിരിക്കും. അപ്പോൾ ലോവർ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഹയർ ഹീറ്റ് ഓഫ് ഹൈഡ്രജനേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് വായിക്കാം. നോക്കൂ, അടുത്ത എന്താണ് പറയുന്നത്? സ്റ്റെബിലിറ്റി ഓഫ് കാർബാനയോൺ increases with increase in the S character carrying negative charge, അല്ലേ? നോക്കൂ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലേ ഒന്ന് ഞാൻ എഴുതുന്ന എക്സാമ്പിൾ നോക്കുക. വി ഹാവ് CH ട്രിപ്പിൾ ബോണ്ട് C മൈനസ്, ദെൻ CH2 ഡബിൾ ബോണ്ട് CH മൈനസ്, CH3 സിംഗിൾ ബോണ്ട് CH2 മൈനസ്. മക്കളെ, ഇതിൽ ഓരോ സ്ഥലത്തും നമ്മൾ ഇവരുടെ ഹൈബ്രിഡൈസേഷൻ നോക്കുക. ആദ്യത്തെ കേസിൽ വി ഹാവ് SP ഹൈബ്രിഡൈസേഷൻ, രണ്ടാമത്തെ കേസ് SP2 ഹൈബ്രിഡൈസേഷൻ, അടുത്ത കേസ് SP3 ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരിക, അല്ലേ? സോ വൺസ് വി ആർ കമ്മിങ് ഫ്രം ദെയർ ടു ഹിയർ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു. മോർ S character means more ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടിയ ആറ്റത്തിൽ നെഗറ്റീവ് ചാർജ് വന്നാൽ അത് കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ ഇവർ പറഞ്ഞത് സ്റ്റെബിലിറ്റി ഓഫ് കാർബാനിയോൺ ഇൻക്രീസസ് വിത്ത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്.
അല്ലേ? അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് 2 ഓപ്ഷൻസ് ആണ് കുട്ടികളെ. ഓപ്ഷൻ ബിയും തെറ്റാണ്, ഓപ്ഷൻ ഡിയും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്? സോ ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൻ്റെ ആൻസർ കീയിൽ ഓപ്ഷൻ ബി ആൻഡ് ഡി എന്നുള്ളതായിരിക്കും വരിക. മുന്നോട്ട് പോകാമല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.